നമ്മുടെ ആഭ്യന്തരമന്ത്രിയും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ലേബിളിൽ കേരളത്തിൻ്റെ ഉടനീളം ലഹരിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ പരിസരങ്ങളിലും കോളേജുകളുടെ പരിസരങ്ങളിലും ജനം കൂടിയെടുത്തും അല്ലാത്തോടത്തുമൊക്കെ ആയിട്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായം ചെന്നവരും മുസ്ലിമും അല്ലാത്തവരും എല്ലാവരും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ആ ഒരു തസ്തിക വെച്ചുകൊണ്ട് ഇറങ്ങിയ നമ്മളുടെ ആഭ്യന്തരമന്ത്രിയും രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവരും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. അത് വല്ലാത്തൊരു സംഗതിയാണ്. എല്ലായിടങ്ങളിലും ആട്ടി ഓടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ അങ്ങനെ വന്നതാണ്. ദൂഷ്യവലയത്തിലേക്ക് പോണപ്പോ ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അനിഷേധ്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജി, താങ്കൾക്ക് അഭിനന്ദനം. ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കണം. മയക്കമരുന്ന് ലോബികളെ കെട്ടുകെട്ടിക്കണം. സ്കൂൾ കവാടങ്ങളിൽ നിന്നത് നീക്കം ചെയ്യപ്പെടണം. അതിന് രാജ്യത്തെ നല്ലവരായ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. അതിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല. കർശന നടപടികൾ സ്വീകരിക്കണം. ഒരു വിട്ടുവീഴ്ചയും അതിൽ ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി ഇത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ വലിയൊരു രസം കണ്ടത്. രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫോട്ടോ നോക്കുകയാണ് നിങ്ങൾ, ഈ ഫോട്ടോ നോക്കുകയാണ് നമ്മളെ കുരുവട്ടൂരി നൗഷാദ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടുത്ത് ചെന്ന് ഷാളൊക്കെ അണിയിക്കുന്നുണ്ട്. ഇനി ത്വരീക്കത്ത് സ്വീകരിച്ചതാണോ കുരുവട്ടൂരിൽ ചേർന്നത് അന്നും പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ എഴുതി വിടും, ഞങ്ങളെ കുരുവട്ടൂരിൽ ചേർന്നു. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ലല്ലോ. കാരണം എന്താ, നാം മനുഷ്യനാവുക അങ്ങനെന്തോ ഒരു പ്രമേയമാണല്ലോ ഓരതുള്ളത് സൂഫീസത്തിൽ. അങ്ങനെന്തോ ഒരു ഇതിങ്ങനെ കേൾക്കാമല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ചിലപ്പോൾ ഇവരെ കൂട്ടത്തിൽ കൂട്ടിയാണ്ട് മെമ്പർഷിപ്പ് കൊടുത്തതാണോ അതും അറിയില്ല. ഷാളൊക്കെ അണിയിക്കുന്ന സംഗതി കാണുന്നുണ്ട്. ചെന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലിൻ്റെ അടുത്തൊക്കെ ചെന്ന് നമ്മൾ ആഭ്യന്തരമന്ത്രിൻ്റെ അടുത്തൊക്കെ ചെന്ന് ഷാളൊക്കെ ഇങ്ങനെ അണിയിച്ചു പോരുന്നുണ്ട്. ഇനിയിപ്പോൾ സംഭവം ഷാളൊക്കെ അണിയിച്ചത് ഫേസ്ബുക്കിൽ ഇട്ടു. ഇനി നമ്മളിപ്പോൾ ഇത് കാണുന്നുണ്ട്, നമ്മളിത് പറയും ചെയ്യും. നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നതാരോ. ഇനിയിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓനൊരാഴ്ചക്കുള്ള പ്രസംഗത്തിനായി. സംഗതി അതാണ്. നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ ഒരാഴ്ചക്കുള്ള പ്രസംഗം, ഒരാഴ്ച 2 ആഴ്ച ഇനി പൈമ അങ്ങനെ പോകാമല്ലോ. ഒരു മാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് നമ്മളാണിച്ച് എന്തെങ്കിലും പറയും ചെയ്യും. അപ്പോൾ ഓനൊരു മാറ്റർ ആവുകയും ചെയ്തു. എന്താ അറിയില്ല. ഏതായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലിൻ്റെ അടുത്ത് ചെന്ന് ഷാളൊക്കെ അണിയിച്ച് പോന്നിട്ടുണ്ട്. എന്താണ് കാട്ടിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇനി 2 ദിവസം ചിലപ്പോൾ പ്രസംഗത്തിലൊക്കെ ചിലപ്പോൾ അത് അറിയാൻ സാധിക്കും, ചിലപ്പോൾ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് പഠിക്കാം. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പുറത്തേക്ക് വന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഉഷാദിൻ്റെ ഫേസ്ബുക്കിൽ കണ്ടു ഫോട്ടോ, അതാണ് ഈ ഫോട്ടോ.